അനുപമ ചേച്ചി വിളിക്കണു. നോക്ക്. ഹലോ, നമ്പർ മാറിപ്പോയി വിളിച്ചൊന്നും അല്ലല്ലോ അല്ലേ? അല്ല, എനിക്ക് കല്യാണത്തിന് സമ്മതം. എടാ, ഞാൻ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചു? കടക്കാര് മാത്രമേ അതിൽ വിളിക്കാറുള്ളൂ. അത് തട്ടേക്ക്. എന്തൊക്കെ അറിയണേ? സവാള അരിമ പിടിച്ചിരിക്കാൻ പറ്റും. ഓ, ഓട് ഔട്ട് ആവണ്ടെന്ന് വെച്ച് ഞാനത് എടുക്കാറുമില്ല, നോക്കാറുമില്ല. അല്ല, ഞാൻ നിനക്ക് തരാനുള്ള കാശ് തിരിച്ചു വയ്ക്കാൻ വേണ്ടിയാണോ നീ എന്നെ വിളിച്ചത്? ആണെങ്കിൽ ഈ കയറെ ഞാൻ ഇവിടെ തൂങ്ങിച്ചാവും. അത് പൊളിക്കും. ഭാര്യയുടെ കെട്ടുതാല് വരെ പണയത്തിലടാ. ഒരു കാലത്ത് നീ ഒരു ഹോട്ടൽ മുതലാളിയല്ലായിരുന്നു? ഓർമ്മിപ്പിക്കല്ലേ, അതുകൊണ്ട് ഈ കടം മൊത്തം ഉണ്ടായി. പോയാലൊക്കെ നമുക്ക് ഹോട്ടലിലൂടെ തന്നെ തിരിച്ചു പിടിക്കാം. നമുക്കൊരു ഹോട്ടൽ തുടങ്ങിയാലോ? എൻ്റെ ഉള്ളിലൊരു മുതലാളി ഇപ്പോഴും ഉണ്ട്. ശരിക്കും തുടങ്ങോ? തുടങ്ങി തരും. അങ്ങനെയാണ് 60-40. അതൊന്നും വേണ്ട, എനിക്ക് 30 മതി. പക്ഷെ ഒരു കണ്ടീഷൻ, കുറുപ്പേട്ടൻ വീണ്ടും കള്ളടി കൊടുക്കണം. അയാളുടെ മോളെ കെട്ടണമെന്ന് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ അയാളുടെ വെല്ലുവിളി പൊളിയണം. അതെന്റെ വാശിയാണ്. എവിടെയാ കുറുപ്പേട്ടാ? കടയല്ല. കുറുപ്പേട്ടാ, ഇത് കണ്ടാ ഞാൻ മേടിക്കാതിരിക്കോ? ഞാൻ ഇതൊക്കെ ആർക്ക് വേണ്ടി ഉണ്ടാക്കുന്നേ? നിങ്ങൾ ആ ഭാഷയൊക്കെ കളഞ്ഞിങ്ങ് വന്നേ മനുഷ്യ. കുറുപ്പേട്ടാ, നിങ്ങൾ അടിച്ചാലും അടിച്ചില്ലെങ്കിലും അനുമോള് നിങ്ങൾ പറയുന്നേ കേക്കൂ. അടുപ്പയിലോട്ട് കേട്ടട്ടെ. ഞാൻ നിർത്തിയടാ. വെച്ച് കളഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, എന്റെ മീൻകറിയേക്കാളും വലുതാണ് പുള്ളിക്ക് മകളോടുള്ള സ്നേഹം. നീ ഇത് അടിച്ചേ. ഒന്നുകൂടെ വിളി. കുറുപ്പേട്ട, എനിക്കൊരു കാര്യം കൂടി പറഞ്ഞേ പറ്റൂ. പേടിക്കണ്ടെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറയാഞ്ഞേ. എന്താടാ? ഈ സ്ഥിരമായിട്ട് കുടിക്കുന്നവര് പെട്ടെന്ന് കള്ളുകൂടി നിർത്തിയാ ചത്തുപോകാനുള്ള ചാൻസ് കൂടുതലാ. കുടിക്കാതിരുന്ന് മരിച്ചു പോകുന്നതിനേക്കാളും നല്ലല്ലേ മരിക്കാതിരിക്കാൻ കുടിക്കുന്നേ? മരിക്കട്ടാ. കുപ്പി തന്നെ. കുറുപ്പേട്ടൻ ജയിച്ചു, നീ തോറ്റു. തുറക്കുന്നതിന് മുന്നേ ഹോട്ടലിൽ പൂട്ടി. Cheers. അമ്മ, ഞാൻ കട വരെ ഒന്ന് പോയി നോക്കട്ടെ. ഞാനും വരാം. ചേട്ടാ, 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 അനുപമ ചേച്ചി വിളിക്കണു. നോക്ക്. ഹലോ, നമ്പർ മാറിപ്പോയി വിളിച്ചൊന്നും അല്ലല്ലോ അല്ലേ? അല്ല, എനിക്ക് കല്യാണത്തിന് സമ്മതം. ശരിക്കും?